ഡിയർ സ്റ്റുഡൻസ്, സോളിഡ് സ്റ്റേറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇനി എടുക്കുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ്. പ്രോപ്പർട്ടീസിനകത്തിൽ നമ്മൾ ആദ്യം പറയുന്നത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ആദ്യം പറയുന്നത്. ഓക്കെ. ബേസ്ഡ് ഓൺ ദി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സോളിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്. നമുക്കതറിയാം ഏതൊക്കെയാണ്: ഇൻസുലേറ്റേഴ്സ്, conductors and semiconductors. First one, conductors. They are solids which allow the passage of electricity through them. കണ്ടക്ടേഴ്സ് നിങ്ങൾക്കറിയാം കണ്ടക്ടേഴ്സ് എന്താ സംഭവിക്കുന്നത്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് കണ്ടക്ടേഴ്സ്. അവിടുത്തെ കണ്ടക്ടിവിറ്റി റേഞ്ച് എത്രയാണ്, എത്രമാത്രം കറണ്ട് അവിടെ കണ്ടക്ട് ചെയ്യുന്നു? 10⁻⁴ to 10⁻⁷ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണ്. അതിന് എക്സാമ്പിൾസ് ആണ് മെറ്റൽസ്. മെറ്റൽസ് ഹാവ് വെരി ഗുഡ് കണ്ടക്ടേഴ്സ്, ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. ഓക്കെ. സെക്കൻഡ് വൺ, സെമി കണ്ടക്ടേഴ്സ്. വാട്ട് ആർ സെമി കണ്ടക്ടേഴ്സ്? ദേ ആർ സോളിഡ്സ് വിച്ച് അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ഓൺലി പാർഷ്യലി. പകുതി മാത്രം കറണ്ടിനെ കടത്തിവിടുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? സെമി കണ്ടക്ടേഴ്സ്. അതിന് എക്സാമ്പിളാണ് സിലിക്കണും ജെർമേനിയം ഒക്കെ. നിങ്ങൾക്കത് അറിയാവുന്നതാണ്. അവിടുത്തെ കണ്ടക്ടിവിറ്റി റേഞ്ചസ് ഫ്രം 10⁻⁴ to 10⁻⁻�6 ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ദെൻ ദ തേർഡ് ഈസ് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, വിച്ച് ഡു നോട്ട് അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദം. Their conductivity ranges from 10⁻⁻10 to 10⁻⁻20 ohm inverse meter inverse. ഓക്കെ. ഇനി ഓരോ സബ്സ്റ്റൻസിൻ്റെ, അതായത് ഓരോ സബ്സ്റ്റൻസിൻ്റെയും മെറ്റൽസ്, സെമി കണ്ടക്ടേഴ്സ് അല്ലെ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, ഈ മൂന്നെണ്ണത്തിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഈസ് എക്സ്പ്ലെയിൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ബാൻഡ് തിയറി. ബാൻഡ് തിയറി അനുസരിച്ചാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Metals conduct electricity in solid as well as in molten state. The conductivity of metals depends upon the number of valence electrons. നമുക്കറിയാം മെറ്റൽസിൻ്റെ മെറ്റൽസിൽ കൂടി കറണ്ട് കടന്നു പോകുന്നത് എന്തിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ്? വാലൻസ് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ്. ഫ്രീ ഇലക്ട്രോൺസ്, വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ബഹിർമ ശരീരയിലെ ഇലക്ട്രോൺസിനെ ഇവരെന്ത് ചെയ്യും? വിട്ടുകളയും. ഇപ്പോൾ അലൂമിനിയത്തിൻ്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ അലൂമിനിയം ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13,283 ആണ് കോൺഫിഗറേഷൻ. ഇതിൻ്റെ വാലൻസി എത്രയാണ്? 3 ആണ്. അലുമിനിയം ആറ്റം ഈ വാലൻസി ഷെല്ലിലുള്ള 3 ഇലക്ട്രോണുകളിൽ ഫ്രീ ആയിട്ട്, കാരണം അവിടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുന്നില്ല, വേറെ ഏതെങ്കിലും ആറ്റങ്ങൾ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യും. അപ്പോൾ ഈ 3 ഇലക്ട്രോൺസ് ആ ഒരു മെറ്റലിൽ കൂടി ഈ 3 ഇലക്ട്രോൺസ് വളരെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുക? മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഈ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? അലൂമിനിയത്തിൽ കൂടി കറണ്ട് കടന്നു പോകുന്നത്. അപ്പോൾ ഇത് ഒരു ആറ്റത്തിൻ്റെ കേസാണ്. ഒരുപാട് ആറ്റങ്ങൾ ഇതിനകത്തിലുണ്ട്. ഈ ആറ്റങ്ങളിലെല്ലാം ഇങ്ങനെ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്യുന്നു? കറണ്ടിനെ കടത്തിക്കൊണ്ട് പോകുന്നു. അപ്പോൾ നമുക്കറിയാം കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. The atomic orbitals combine to form molecular orbitals which are so closely spaced that they form a band. ഇനി എന്താണ് ബാൻഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺസ് ഇരിക്കുന്നതെല്ലാം ഇങ്ങനെയുള്ള അറ്റോമിക് ഓർബിറ്റൽസിലാണ്. അതായത് S, P, A, D ഇങ്ങനെയുള്ള അറ്റോമിക് ഓർബിറ്റൽസിലാണ് ഇരിക്കുന്നത്. ഈ അറ്റോമിക് ഓർബിറ്റൽസിലാണ് എന്തിരിക്കുന്നത്? ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. ഈ വാലൻസ് ഷെല്ലിലെ എന്താണ് ഓർബിറ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. ഓക്കെ. ഇത് S ഉണ്ട്, P ഉണ്ട്, D ഉണ്ട്. അപ്പോൾ ഈ ഓർബിറ്റൽസ്, ഇലക്ട്രോൺസ് ഇരിക്കുന്ന ഓർബിറ്റൽസ്, അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. അപ്പോൾ മോളിക്കുലാർ ഓർബിറ്റൽസ്, അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു? മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. മോളിക്കുലാർ ഓർബിറ്റൽസ് തന്നെ എന്തുണ്ട്? 2 തരത്തിലുള്ള മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ട്. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ഉണ്ട്.
അപ്പോൾ ഇങ്ങനെ തരത്തിലുള്ള ഈ ഓർബിറ്റലുകൾ എല്ലാം കൂടി സംയോജിച്ച് ഒരു ബാൻഡിൻ്റെ രൂപത്തിലാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അറ്റോമിക് ഓർബിറ്റലിനെയും ഒരു റിബൺ പോലെ. ഓക്കെ, അറ്റോമിക് ഓർബിറ്റൽസിനെയും എന്താണ് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്ത മോളിക്കുലാർ ഓർബിറ്റലുകൾ ഒരു ബാൻഡിൻ്റെ രൂപത്തിൽ, ഒരു റിബൺ പോലെയുള്ള ഒരു ബാൻഡിൻ്റെ രൂപത്തിലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് ഇരിക്കുന്നത് എവിടെയാണ്? ഈ ബാൻഡിലാണ്. നമുക്കറിയാം മോളിക്കുലാർ ഓർബിറ്റൽസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ഉണ്ട്, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ഉണ്ട്. ചില ഓർബിറ്റലുകളിലായിരിക്കും ഇലക്ട്രോൺസ് ഉള്ളത്, ചില ഓർബിറ്റലുകളിൽ എന്തില്ല, ഇലക്ട്രോൺസ് കാണുകയും ചെയ്യില്ല. അപ്പോൾ ഇലക്ട്രോൺസ് എപ്പോഴും ഇരിക്കുന്നത് ഈ വാലൻസ് ഷെല്ലിലെ ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഓർബിറ്റലുകൾ തമ്മിൽ, അതായത് ഈ ഇലക്ട്രോൺസ് ഇരിക്കുന്ന ഓർബിറ്റൽസിനെ വാലൻസ് ഓർബിറ്റൽസിനെ നമ്മൾ എന്ത് പേര് പറയുമെന്നറിയാമോ? വാലൻസ് ബാൻഡ് എന്നും, ആൻഡ് ഇലക്ട്രോൺസ് ഇരിക്കാത്ത ഓർബിറ്റൽസിനെ നമ്മളിവിടെ എന്ത് പേര് പറയും? കണ്ടക്ഷൻ ബാൻഡ് എന്നും പറയുന്നു. അപ്പോൾ രണ്ട് തരത്തിലുള്ള ബാൻഡുകളായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ രണ്ട് തരത്തിലുള്ള ബാൻഡുകൾ? ഇലക്ട്രോൺസ് ഉള്ള ബാൻഡിനെ വാലൻസ് ബാൻഡ് എന്ന്, ഇലക്ട്രോൺസ് ഇരിക്കുന്ന ഓർബിറ്റൽസ് ഇരിക്കുന്ന ഇതിനെ ഒരു ബാൻഡിൻ്റെ രൂപത്തിൽ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പേര് പറയും? വാലൻസ് ബാൻഡ് എന്നും, ഇലക്ട്രോൺസ് ഇല്ലാത്ത ബാൻഡിനെ നമ്മൾ എന്ത് പേര് പറയും? കണ്ടക്ഷൻ ബാൻഡ് എന്നും പറയുന്നു. അപ്പോൾ ഇലക്ട്രോൺസ് ഈ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇലക്ട്രോൺസ് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? ഫ്ലോ ചെയ്യുകയാണ്. ആ ഫ്ലോയിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്ന? കണ്ടക്ടിവിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം, എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് ഇരിക്കുന്ന ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് മോളിക്കുലാർ ഓർബിറ്റലുകൾ ഉണ്ടാകുന്നു. ഈ മോളിക്കുലാർ ഓർബിറ്റൽസിനെ രണ്ടാക്കി തിരിക്കുന്നു. അതായത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും പോലെ രണ്ടാക്കി തിരിച്ചിട്ട് ഒന്നിനെ നമ്മൾ എന്ത് പേര് പറയും? വാലൻസ് ബാൻഡ് എന്നും, മറ്റേതിനെ എന്ത് പേര് പറയും? കണ്ടക്ഷൻ ബാൻഡ് എന്നും പറയുന്നു. അപ്പോൾ ഇലക്ട്രോൺസ് എപ്പോഴും ഇരിക്കുന്നത് എവിടെയാണ്? ബാലൻസ് ബാൻഡും. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് അൺഒക്കുപ്പൈഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ദ അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് മെറ്റൽ കമ്പൈൻ ടു ഫോം മോളിക്കുലാർ ഓർബിറ്റൽസ് വിച്ച് ആർ സോ ക്ലോസ്ലി സ്പേസ്ഡ് ദാറ്റ് ദേ ഫോം എ ബാൻഡ്. If this band is partially filled or it overlap with a higher energy unoccupied conduction band, the electrons can flow easily under an applied electric field and the metals show conductivity. If the gap between the valence band and the unoccupied conduction band is large, the electrons cannot jump to it. Such substances are called insulators. ഇനി നമുക്കിതിൻ്റെ ഫിഗർ ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഇതാണ് പാർഷ്യലി ഫിൽഡ് കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ബാൻഡാണ്. ഇതിലൊന്ന് പാർഷ്യലി ഫിൽഡ് കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ്. പാർഷ്യലി ഫിൽഡ് ബാൻഡ് അല്ലെങ്കിൽ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നു. ഇതിനെയാണ് എന്ത്? കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ളതുണ്ട്. ഏതാണ്? ഇവിടെ ഇത് വാലൻസ് ബാൻഡും, ഈ ബ്ലൂ കളറിൽ കാണപ്പെടുന്നത് വാലൻസ് ബാൻഡും, ഇതാണ് കണ്ടക്ഷൻ ബാൻഡും. ഓക്കെ, ഇൻ എ മെറ്റൽ the valence band and the conduction band overlap with each other. Therefore, more electrons can jump to the conduction band. അതായത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് ഈ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസിന് വളരെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. ഈ ഫ്ലോ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഫ്ലോ കാരണം മെറ്റൽസിൽ കൂടി കറണ്ട് വളരെ പെട്ടെന്ന് കടന്നു പോകുന്നു. ഇനി ഇൻ ദ കേസ് ഓഫ് എൻ ഇൻസുലേറ്റർ, the valence band and the conduction band, there is a large gap between, അല്ലെങ്കിൽ the energy gap between valence band and conduction band is very large. So electrons cannot easily jump to the conduction band. Therefore these substances act as insulators. അപ്പോൾ ചില സബ്സ്റ്റൻസിൽ
വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളപ്പോൾ ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് പറ്റുകയില്ല. അങ്ങനെയുള്ള പദാർത്ഥങ്ങളാണ് എന്ത് കാണപ്പെടുന്നത്, ഇൻസുലേറ്റേഴ്സായിട്ട് കാണപ്പെടുന്നത്, അതായത് കറണ്ടിനെ കടത്തിവിടാത്തത്. ഇനി നെക്സ്റ്റ് ഈസ് ലാസ്റ്റ് സെമി കണ്ടക്ടേഴ്സ്. ഇൻ സെമി കണ്ടക്ടേഴ്സ് ദ വാലൻസ് ബാൻഡ് ആൻഡ് ദ കണ്ടക്ഷൻ ബാൻഡ്, energy gap between the valence band and the conduction band is very small, so a few electrons can easily jump to the conduction band, so electricity can pass through these substances very partially. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ചില സബ്സ്റ്റൻസിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറവായതുകൊണ്ട് ഇവിടെ കുറച്ച് ഇലക്ട്രോൺസിന്, എനർജി കൂടിയ ഇലക്ട്രോൺസ്, നമ്മളിവിടെ എന്തെങ്കിലും ഇലക്ട്രിസിറ്റി കടത്തിവിടുകയാണെങ്കിൽ ഈ ഇലക്ട്രോൺസ് എനർജി അക്വയർ ചെയ്തുകൊണ്ട് കുറച്ച് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് കുറച്ച് കറണ്ട് കടന്നു പോകുന്നു. ഇത്തരത്തിലുള്ളതാണ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ നമുക്ക് വാലൻസ് ബാൻഡ് തിയറി അനുസരിച്ച് സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ് ഇവയുടെ കണ്ടക്ടിവിറ്റി എങ്ങനെയെന്ന് നമുക്ക് ചോദിക്കാനായിട്ട് വരും. അപ്പോൾ ഈ സെൻറ്റൻസ് എഴുതുക, അതല്ലെങ്കിൽ ഈ പടമെങ്കിലും നിങ്ങൾ നന്നായിട്ട് വരച്ച് പഠിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഫിൽഡ് ബാൻഡാണ് കണ്ടക്ഷൻ ബാൻഡ്, അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ബാൻഡിനെ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നു. പാർഷ്യലി ഫിൽഡ് ബാൻഡിനെ നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നു. എംറ്റി ബാൻഡാണ് കണ്ടക്ഷൻ ബാൻഡ്. സെൻറ്റൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ കേസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് ദ കണ്ടക്ഷൻ ബാൻഡ് ഈസ് വെരി സ്മോൾ, so some electrons may jump from valence band to conduction band and show some electricity. Their conductivity increases with the rise in temperature, since more electrons can jump to the conduction band. Such semiconductors are called intrinsic semiconductors, that is silicon and germanium. ഇനി അടുത്തതാണ്, സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അടുത്തതാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. വാട്ട് ഈസ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്? നമ്മൾ പറഞ്ഞു കണ്ടക്ടേഴ്സിൻ്റെ ഇതെന്താണ്, വാലൻസ് ബാൻഡാണ്, ഇതാണ് കണ്ടക്ഷൻ ബാൻഡ്. ഇപ്പോൾ ഗ്യാപ്പ്, എനർജി ഗ്യാപ്പ് ഈസ് വെരി സ്മോൾ, സോ സം ഇലക്ട്രോൺസ് ക്യാൻ ജമ്പ് ടു ദി കണ്ടക്ഷൻ ബാൻഡ്, സോ ഇലക്ട്രിസിറ്റി ക്യാൻ പാസ് ത്രൂ ദിസ് പാർഷ്യലി. ഇനി കൂടുതൽ ഇലക്ട്രിസിറ്റി, ഇതിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ കറണ്ട് കൂടുതൽ കടന്നു പോകാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഈ സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്യുക. ഈ സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിനുള്ളിലുള്ള ആറ്റത്തിലുള്ള ഇലക്ട്രോൺസ് എനർജി കൂടുതൽ അക്വയർ ചെയ്തുകൊണ്ട് കൂടുതൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ കൂടുതൽ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. അതിന് എക്സാമ്പിളാണ് സിലിക്കണും ജെർമേനിയവും. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു. എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്? The conductivity of semiconductors are increased with rise in temperature, since more electrons can jump to the conduction band. Such semiconductors are called intrinsic semiconductors. Example silicon, germanium, etc. The conductivity of intrinsic semiconductor is very low. Conductivity can be increased by adding appropriate impurity. This process is called doping. അപ്പോൾ വാട്ട് ഈസ് ഡോപ്പിംഗ്? ഇത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഡോപ്പിംഗ്? വാട്ട് ഈസ് ഡോപ്പിംഗ്? The conductivity of semiconductors increased by adding certain amount of impurity. This process is called doping. Okay. ഇനി doping can be done by either by adding electron rich impurity or by adding electron deficit impurity. ഈ നമുക്ക് കണ്ടക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഡോപ്പിംഗ് നടത്തണമെന്ന് നമ്മളോട് പറഞ്ഞു. അപ്പോൾ എന്താ ഡോപ്പിംഗ് എന്ന് പറയുന്നത്? സെമി കണ്ടക്ടേഴ്സിനകത്തിലേക്ക് വേറെ ചില ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ, വേറെ ചില പദാർത്ഥങ്ങൾ,
ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, പദാർത്ഥങ്ങൾ ആഡ് ചെയ്യുമ്പോൾ സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി വീണ്ടും എന്ത് ചെയ്യും, കൂടും. ഈ ഇങ്ങനെ പദാർത്ഥങ്ങൾ ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡോപ്പിംഗ്. അപ്പോൾ ഇങ്ങനെ ഡോപ്പിംഗ് നടത്തുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടും, രണ്ട് ഇലക്ട്രോൺ ഡെഫിസിറ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടും. ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, എക്സസ് ഇലക്ട്രോൺ ഉള്ള ഏതെങ്കിലും ഒരു എലമെൻ്റ് സബ്സ്റ്റൻസോ എന്തെങ്കിലും ആഡ് ചെയ്യുന്നു. ഇലക്ട്രോൺ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കുറവുള്ള കോമ്പൗണ്ട് ആഡ് ചെയ്യുന്നു. അപ്പം നമുക്കൊന്ന് നോക്കാം. ഇത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള മറന്നു പോയിട്ടുണ്ടാവും. ഡോപ്പിംഗ് ബൈ ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റി. When group 14 element like a silicon or germanium is doped with group 15 element which contain 5 electrons in the valence shell like phosphorus or arsenic. 4 electrons are used for the formation of covalent bond with the bonds and the fifth electron becomes free. The presence of these delocalized electrons increases the conductivity and hence silicon doped with electron rich impurities are called n-type semiconductor. അപ്പം നമുക്ക് n-type semiconductor എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ സിലിക്കണിനെ എടുത്തു. സിലിക്കൺ എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പ് എലമെൻ്റ് ആണെന്നറിയാമോ? കാർബൺ, സിലിക്കൺ, ജെർമീനിയം, ടിന്ന്, ലെഡ്. കാർബൺ ഏത് ഫാമിലിയിൽ പെടുന്നു, ഏത് ഗ്രൂപ്പിൽ പെടുന്നു? കാർബൺ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 14 എലമെൻ്റ് ആണ്. കാർബൺ, സിലിക്കൺ ഒക്കെ എന്താണ്, ഗ്രൂപ്പ് 14. അപ്പോൾ അതിൻ്റെ വാലൻസി എത്രയാണ്? 4 ആണ്. എത്രയാണ് ഇതിൻ്റെ വാലൻസി? അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ്? 4 ഇലക്ട്രോൺ. അതായത് 14 ആണ് ഇവിടുത്തെ വാലൻസി, 14 ആണ് ഇവിടുത്തെ അറ്റോമിക് നമ്പർ. അപ്പോൾ എത്രയാണ്? 284. അപ്പോൾ വാലൻസി എത്രയാണ്? 4. അതത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സിലിക്കൺ എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടറാണ്. വളരെ കുറച്ച് മാത്രം കറണ്ട് കടത്തിവിടുന്നുള്ളൂ. ഇനി ഇത് കൂടുതൽ കറണ്ട് കടത്തിവിടാൻ വേണ്ടി നമ്മൾ ഡോപ്പിംഗ് നടത്തുകയാണ്. അപ്പോൾ ഡോപ്പിംഗ് നടത്താൻ വേണ്ടി നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം സിലിക്കൺ ഏത് ഗ്രൂപ്പാണെന്ന് നോക്കുന്നു. സിലിക്കൺ ഏത് ഗ്രൂപ്പാണ്? ഗ്രൂപ്പ് 14 എലമെൻ്റ് ആണ് സിലിക്കൺ. അതിൻ്റെ വാലൻസി എത്രയാണ്? 4 ആണ് അതിൻ്റെ വാലൻസി. അറ്റോമിക് നമ്പർ 284 ആണ്, വാലൻസി 4. അതായത് ഇതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ. ഓക്കെ, ഈ 4 ഇലക്ട്രോണിലേക്കാണ് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നത്? അടുത്ത ഗ്രൂപ്പ്, അതായത് ഗ്രൂപ്പ് 15 എലമെൻ്റ് ആഡ് ചെയ്യുന്നു. എന്താണ് ഗ്രൂപ്പ് 15 എലമെൻറ്റിൻ്റെ പ്രത്യേകത? ഗ്രൂപ്പ് 15 ഏതാ? നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി, ബിസ്മത്ത്. അപ്പം നമ്മൾ ഫോസ്ഫറസിനെ എടുക്കുന്നു. ഫോസ്ഫറസിൻ്റെ അറ്റോമിക നമ്പർ 15, 285. എത്രയാണ് വാലൻസി ഷെല്ല്? 5 ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ സിലിക്കണിനകത്തിലേക്ക്, അപ്പോൾ സിലിക്കൺ ആയിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടി വരച്ച് കാണിച്ചു തരാം. സിലിക്കൺ, അപ്പോൾ സിലിക്കണിനകത്ത് ഇങ്ങനെയായിരുന്നു. സിലിക്കൺ, വീണ്ടും ഒരു സിലിക്കൺ, വീണ്ടും ഒരു സിലിക്കൺ, ഇങ്ങനെയായിരുന്നു സിലിക്കൺ എന്ന് പറയുന്ന മെറ്റലിനകത്തിൽ സിലിക്കോൺസ് ആറ്റങ്ങൾ ഉണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. ഇതിലേക്കാണ് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നത്? ഫോസ്ഫറസിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ സിലിക്കൺ ആറ്റംസ് എല്ലാം ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ബന്ധിപ്പിച്ചാണ് ഒരു സിലിക്കൺ മെറ്റൽ എന്ന് വിചാരിക്കാം. ഇതിലേക്ക് നമ്മൾ ഗ്രൂപ്പ് 15 അല്ലെങ്കിൽ 5 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള ഫോസ്ഫറസിനെ ആഡ് ചെയ്തു. അപ്പോൾ ഒരു സിലിക്കൺ ഇരിക്കേണ്ട സ്ഥാനത്ത് ആര് വന്ന് കയറി? ഫോസ്ഫറസ് വന്ന് കയറി. ഒരെണ്ണം ഫോസ്ഫറസ് ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഫോസ്ഫറസിൻ്റെ വാലൻസി ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 വാലൻസി ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഫോസ്ഫറസ് തൊട്ടടുത്തുള്ള സിലിക്കണുമായിട്ട് ഫോസ്ഫറസ് തൊട്ടടുത്തുള്ള സിലിക്കണുമായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്തു. രണ്ടാമത്തെ ഇലക്ട്രോൺ ഉപയോഗിച്ച് സിലിക്കണുമായിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്തു. മൂന്നാമത്തെ ഇലക്ട്രോൺ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത സിലിക്കണുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു. നാലാമത്തെ ഇലക്ട്രോൺ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത സിലിക്കണിലേക്ക് ബോണ്ട് ഫോം ചെയ്തു. ഇനി അഞ്ചാമതൊരു ഇലക്ട്രോൺ അത് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഇത് തൊട്ടടുത്തുള്ള സിലിക്കണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ഓരോ സിലിക്കണിനും 4 ഇലക്ട്രോൺ. ഫോസ്ഫറസിന് മാത്രമേ ഉള്ളൂ 5 ഇലക്ട്രോൺ. ബാക്കിയുള്ള എല്ലാ സിലിക്കണിനും എത്ര ഇലക്ട്രോണാണ്? 4. അവരവരുടെ 4 ഇലക്ട്രോണുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുക. പിന്നെ ഇവന് ബോണ്ട് ഫോം ചെയ്യാൻ വേറൊരു സിലിക്കൺ ഇലക്ട്രോൺ ഇല്ല.
അപ്പോൾ ഈ ഇലക്ട്രോൺ എന്തായിട്ടിരിക്കുകയാണ്? ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് കറണ്ട് കടത്തി വിടുമ്പോൾ ഇതിനെ ഡോപ്പ് ചെയ്തുകൊണ്ട്, അതായത് സിലിക്കണിലേക്ക് ഫോസ്ഫറസ് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കറണ്ട് കടത്തി വിടുമ്പോൾ ഈ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കറണ്ട് ക്യാരി ചെയ്യുന്നത് വേഗത്തിലാവുന്നു, അല്ലെ കൂടുതൽ കറണ്ട് കടത്തിവിടുന്നു. അപ്പോൾ ഇതേപോലെ ഒരുപാട് ഫോസ്ഫറസിനെ കടത്തിവിട്ടിട്ടുണ്ട്. ഫോസ്ഫറസ് ആറ്റങ്ങളുണ്ട്, ഫോസ്ഫറസിന് ഇലക്ട്രോണുകളുണ്ട്. ഈ ഇലക്ട്രോണുകളെല്ലാം കൂടി ഈ ഒരു സബ്സ്റ്റൻസിൽ കൂടി സഞ്ചരിച്ച് കറണ്ടിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടുന്നു. ഇതിന് പറയുന്ന പേരാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ വാട്ട് ഈസ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്? The presence of the delocalized electron increases the conductivity and hence silicon doped with electron rich impurity is called n-type semiconductors. Okay.